ഈ പരാജയത്തെ സംബന്ധിച്ച് അതിനുണ്ടായ വിവിധ കാര്യങ്ങൾ, വിവിധ ഘടകങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഞങ്ങൾ സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളും വിവിധ തരത്തിലുള്ള പ്രചാരവേലകൾ നമുക്കെതിരായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിന് ഇടയായിട്ടുണ്ട് എന്നാണ് പാർട്ടി പ്രാഥമികമായിട്ട് കാണുന്നത്. ഇത് സംബന്ധിച്ച് CPIM പാർട്ടിയുടെ പ്രവർത്തകരെയും പാർട്ടി ഘടകങ്ങളെയും LDFിലെ ഘടകകക്ഷികളെയും ജനങ്ങളെ ആകെയും വിശ്വാസത്തിലെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തിരിച്ചടിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പരിശോധനയും നിലപാടുകളും. ഈ തെരഞ്ഞെടുപ്പിൽ LDFന് 37.6% വോട്ടാണ് ലഭിച്ചത്. അത് താരതമ്യേന കുറഞ്ഞ ശതമാനം വോട്ട് തന്നെയാണ്. എന്നാൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 2019 35.1%, 2024 33.35% വോട്ടുകളാണ് LDFന് ലഭിച്ചിരുന്നത്. ആ സന്ദർഭത്തിലെല്ലാമുള്ള തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിക്കുകയും ജനങ്ങൾക്ക് ബോധ്യമാകും വിധത്തിൽ തിരുത്തലുകൾ വരുത്തിയും ഇടതുപക്ഷം തിരിച്ചു വന്ന ചരിത്രമാണ് കേരളത്തിൽ ഉള്ളത്. വിലയിരുത്തലുകൾ സത്യസന്ധമായിരിക്കും. അത് സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യത്തോടുകൂടി മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർത്ത് എല്ലാ സഖാക്കൾക്കും പറയുന്നത് കേൾക്കാനും മുഖവിലക്കെടുക്കാനും സാധിക്കണമെന്നാണ് ഇപ്പോഴും പാർട്ടിയെ ആദ്യം തന്നെ ആലോചിച്ചിട്ടുള്ളത്. പ്രാഥമികമായ ഒരു പരിശോധന മാത്രമാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ തീർന്നിട്ടില്ല. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അവരുടെ ഘടകങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ അവസരമൊരുക്കണം എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ അഭിപ്രായം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ കമ്മിറ്റികളും ചേരാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഏരിയ കമ്മിറ്റികളും, കേരളത്തിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചേർന്ന് പരിശോധിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് എല്ലാ ലോക്കൽ കമ്മിറ്റികളും ചേരാനും ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് താഴെ ബ്രാഞ്ച് യോഗങ്ങളും പൂർണ്ണമായും ചേർന്ന് അവർക്ക് പറയാനുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം യോഗങ്ങളിലെ ചർച്ചകൾ കൂടി പരിഗണിച്ചാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് റിവ്യൂ തയ്യാറാക്കാൻ ഇപ്പോഴും തീരുമാനിച്ചത്. അല്ലാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു റിവ്യൂ തയ്യാറാക്കി താഴത്തേക്ക് പോവുകയല്ല. എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് അതുകൂടി മനസ്സിലാക്കി കൃത്യമായ ഒരു റിവ്യൂ ഇവരുടെ എല്ലാം ചർച്ചയ്ക്ക് ശേഷം തയ്യാറാക്കണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടിട്ടുള്ളത്.
എന്ന് പറഞ്ഞാൽ പാർട്ടി റിവ്യൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരാജയത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ പാർട്ടി ഉടനീളം കൃത്യതയോടുകൂടി കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോഴ് വലിയ രീതിയിൽ നമുക്കെതിരായിട്ടുള്ള പ്രചാരവേലയും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചും അറിയാം. പക്ഷേ ആ പ്രചരണത്തെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയെയും LDFനെയും ജനങ്ങളെയും മുഖവിലക്കെടുത്ത് ഈ പറയുന്ന നിലയിൽ സാധാരണ 5 വർഷം കഴിയുമ്പോൾ ഭരണമാറ്റം വരുന്ന സംസ്ഥാനമാണ് കേരളം. അത് ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് തിരുത്തി കുറിച്ച് 10 വർഷം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ഭരണത്തിൽ വരാൻ സാധിക്കുന്ന മുന്നണിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുതകുന്ന തരത്തിലുള്ള തിരുത്തലുകൾ തീർച്ചയായും പാർട്ടി സ്വീകരിക്കും. അത് ഞങ്ങൾ ജനങ്ങളോടും പാർട്ടിയോടും പാർട്ടി സഖാക്കളോടുമെല്ലാം കൃത്യതയോടുകൂടി തുറന്നു പറയാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്ഥാനം ജനങ്ങളുടെ ഹൃദയപക്ഷത്താണ് എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിഭാഗം പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിനെതിരായി വരുന്ന ബൂർഷ്വാ കടന്നാക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി കേരളത്തിൽ അതിശക്തമത്തായ അതിൻ്റെ സ്വാധീനം നിലനിർത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള മതനിരപേക്ഷ നിലപാടുകളും ബഹുസ്വരതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. അതിനിയും തുടർന്ന് എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി എല്ലാ തരത്തിലുള്ള വിശദാംശങ്ങളും പൂർണ്ണമായിട്ട് പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നേറും എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ 2 കാര്യങ്ങളാണ്. ഒന്ന്, പാലക്കാട് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള കടന്നാക്രമം, അത് സംസ്ഥാന കമ്മിറ്റി അതിശക്തിയായി പ്രതിഷേധിക്കുകയാണ്. അതിൻ്റെ പ്രതിഷേധങ്ങളൊക്കെ ഇന്നലെ അവിടെ നടത്തുകയുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തൊരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിക്കുന്ന സന്ദർഭത്തിൽ സ്ഥലമാറ്റങ്ങൾ സംബന്ധിച്ച് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ നേരത്തെ കൃത്യതയോടുകൂടിയുള്ള മാനദണ്ഡമനുസരിച്ചുള്ള സ്ഥലമാറ്റത്തിന് പകരം ഭരണപക്ഷ സർക്കാർ ജീവനക്കാരുടെ ഒരു സംഘടനയുടെ നേതാവിൻ്റെ കത്ത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ ഓർഡർ ഉണ്ടാക്കിയിരിക്കുകയാണ്. സാധാരണ ഒരു തരത്തിലും ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ആ രീതിയിലുള്ള ട്രാൻസ്ഫർ ഓർഡറിൻ്റെ കോപ്പി നമുക്ക് ലഭിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ അത് തെറ്റായ ഒരു നിലപാടാണ്. അതിനെ ശക്തിയായിട്ട് സമൂഹം എതിർക്കും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത്. വിശദാംശങ്ങളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്.